പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് രാമേശ്വരത്തേക്കാണ്. കൊട്ടാരക്കരയിൽ നിന്ന് വൈകിട്ട് പുനലൂർ മധുരൈ എക്സ്പ്രസ് പിടിച്ചാണ് ആദ്യം മധുരയിലോട്ട് പോയത്. പിന്നെ അവിടെ നിന്ന് 6:50 വണ്ടി പിടിച്ചാണ് നേരെ രാമേശ്വരത്തോട്ട് പോയത്. ഇപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു രാമേശ്വരത്തെ പാമ്പൻ പാലം ഒന്ന് കാണണം, അതിലൂടെ ഒന്ന് സഞ്ചരിക്കണമെന്ന്. വെളുപ്പിനെ ഒരു 3:30ക്കാണ് മധുരൈ എത്തുന്നത്. അപ്പോൾ അവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ 2 മണിക്കൂർ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു. കേരളത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഡയറക്റ്റായിട്ടൊരു ട്രെയിൻ ഉണ്ട്. രാമേശ്വരത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അമൃത എക്സ്പ്രസ് ആണ്. വൈകുന്നേരം രാത്രി സമയത്ത് തിരിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:45 ആകുമ്പോഴത്തേക്ക് രാമേശ്വരം എത്തും. അപ്പോൾ നമുക്ക് രാമേശ്വരം ഡയറക്റ്റായിട്ടും പോവാം, അല്ലെങ്കിൽ മധുരൈ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ച് ബസ്സിലോ ട്രെയിനിലോ രാമേശ്വരം വരെ പോവാം. ഈയിടയ്ക്കാണ് തിരുവനന്തപുരം മുതൽ മധുരൈ വരെ ഓടുന്ന അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ എക്സ്റ്റെൻഡ് ആയത്. രാത്രി 8:30 തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ പാലക്കാട്, പൊള്ളാച്ചി, മധുര വഴി അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു 12:45 ആകുമ്പോൾ രാമേശ്വരം എത്താൻ പറ്റും. രാമേശ്വരത്ത് നിന്ന് 1:30 തിരിച്ചാണ് അടുത്ത ദിവസം പുലർച്ചെ ഒരു 4:30 ആകുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തും. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. ഇവിടെയാണ് പ്രശസ്തമായ രാമനാഥസ്വാമി ക്ഷേത്രം ഉള്ളത്. രാമേശ്വരത്ത് തന്നെയാണ് നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീടും നാടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് ആകെ ഈ ഒരു കടൽ മാർഗമേ ഉള്ളൂ, അതായത് പാമ്പൻ പാലം എന്നൊരു കണക്ഷനേ ഉള്ളൂ ഇന്ത്യൻ മെയിൻലാൻഡും രാമേശ്വരം എന്ന ഐലൻഡും തമ്മിൽ. ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മണ്ഡപം എന്ന സ്റ്റേഷനാണ്, മെയിൻലാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ടാണ് പാമ്പൻ പാലം വരുന്നത്. പാമ്പൻ പാലം കടന്ന് ആദ്യം വരുന്ന സ്റ്റേഷനാണ് പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് ഈ ലൈൻ ടെർമിനേറ്റ് ചെയ്യുന്നത് രാമേശ്വരത്ത് വെച്ചാണ്. പഴയ പാമ്പൻ പാലമായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അത് 1914 ഓപ്പണായി. പിന്നീട് 1988 ഒരു റോഡ് ബ്രിഡ്ജും ഈ വഴിയിൽ വന്നു. പിന്നീടാണ് പുതിയ പാമ്പൻ പാലം ഇവിടെ പണി ആരംഭിച്ച് ഈ വർഷം അത് ഇനാഗറേറ്റ് ആയത്. ധനുഷ്കോടി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലമുണ്ട്. അതും ഇവിടെ നിന്ന് ഒരു 30-45 മിനിറ്റ് ദൂരെയാണ് രാമേശ്വരം ടൗണിൽ നിന്ന്. അവിടെ ഇപ്പോൾ ഒരു ഗോസ്റ്റ് ടൗൺ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അതായത് ആൾ താമസമില്ല. പണ്ട് ഈ റെയിൽവേ റൂട്ട് എന്ന് പറയുന്നത് ധനുഷ്കോടി വരെ പോവുകയായിരുന്നു. പക്ഷേ 1964 ചുഴലിക്കാറ്റിൽ ഇവിടുത്തെ പല സ്ഥലങ്ങൾക്കും നല്ലൊരു ഡാമേജ് ഉണ്ടായി. അത് കാരണം ഈ റെയിൽവേ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിരുന്നു. അതിന് റെസ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രയത്നം നടത്തുകയും ഈ പാലം ഒന്നുകൂടെ പണിയുകയും ചെയ്തു. പക്ഷേ ധനുഷ്കോടി വരെയുള്ള റെയിൽവേ ലൈൻ പിന്നീട് നീട്ടിവെച്ചില്ല. ഇപ്പോൾ ഈ റെയിൽവേ ലൈൻ രാമേശ്വരത്താണ് എൻഡ് ചെയ്യുന്നത്. മണ്ഡപം കഴിഞ്ഞ് തൊട്ടടുത്താണ് ഈ പാമ്പൻ പാലം പാഞ്ഞെത്തുന്നത്. പണ്ടൊക്കെ പഴയ പാലത്തിലൂടെ ട്രെയിൻ പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെ അപേക്ഷിച്ച് പുതിയ പാലത്തിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടാണ് വണ്ടി നീങ്ങുന്നത്. വണ്ടി ഇങ്ങനെ നീങ്ങുമ്പോൾ പേടിയൊക്കെ തോന്നും, കാരണം കടലിൻ്റെ നടുക്കിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാറ്റും നല്ല ശക്തമായിട്ടാണ് കാറ്റടിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ രാമേശ്വരം ഇറങ്ങുന്നതിന് പകരം ഞാൻ പാമ്പൻ എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് പാലം കാണാൻ പറ്റും. അപ്പോൾ റോഡ് ബ്രിഡ്ജിൽ കയറി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ ബ്രിഡ്ജ് കാണാൻ പറ്റും. പഴയ പാമ്പൻ പാലവും പുതിയ പാമ്പൻ പാലവും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഒരുപാട് പേര് ഈ പാലം കാണാനായിട്ട് റോഡിൻ്റെ സൈഡിൽ നിർത്താറുണ്ട്. അപ്പോൾ നിർത്തി 2 മിനിറ്റ് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ അയ്യപ്പന്മാരും ഇതുപോലെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകാറുണ്ടായിരുന്നു. പാലത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കര ശക്തിയോടെയാണ് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേൾക്കത്തില്ല. അത്രയ്ക്കും ഫോഴ്സിലാണ് ഈ കാറ്റിങ്ങനെ മുഖത്തോട്ടും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പറന്ന് പോകുന്ന വരെ ആലോചിച്ച് പോയി. അത്രയ്ക്ക് ശക്തിയായിട്ടാണ് കാറ്റിങ്ങനെ അടിക്കുന്നത്, കടൽ കാറ്റും കാര്യങ്ങളെല്ലാം. ഈ പാലമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു പുള്ളിയെ പരിചയപ്പെടുന്നത്. പുള്ളി അവിടുത്തെ മധ്യപ്രദേശിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് പുള്ളി എൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ സംസാരിച്ച് ഈ വരുന്ന ട്രെയിനിൻ്റെ വീഡിയോ എടുത്ത് ഒരുമിച്ചാണ് തിരിച്ച് രാമേശ്വരം ഇറങ്ങിയത്. പിന്നെ പുള്ളിയുടെ ഹോട്ടലിൽ പോയി, ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഇപ്രാവശ്യം പോയപ്പോൾ എൻ്റെ അജണ്ട എന്ന് പറയുന്നത് പാമ്പൻ പാലം കാണുക എന്നായിരുന്നു. പിന്നീട് ഒരിക്കലും ഇതുവഴി വരുമ്പോൾ തീർച്ചയായിട്ടും ധനുഷ്കോടിയുടെയും എൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാം.